നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോ നമ്മൾ കാവനാട് മുതൽ നമ്മൾ ചവറപ്പാലം കയറുന്നിടം വരെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ചവറപ്പാലം തൊട്ട് നമ്മൾ ഇടപ്പള്ളിക്കോട്ട കഴിഞ്ഞിട്ട് നമ്മൾ വെറ്റമുക്ക് ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റാണ്. വെറ്റമുക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയൊന്നും ആ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടില്ല. നമ്മളിപ്പോൾ ചവറപ്പാലത്തിൻ്റെ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ചവറപ്പാലത്തിൻ്റെ പണി ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ചവറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ പാലം കയറി ഇറങ്ങി വരുമ്പം വലതുഭാഗത്തായിട്ട് കുറച്ച് റിട്ടൈനിങ് വാൾ ബ്ലോക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി മരങ്ങൾ ഒക്കെ ഉള്ള ഒരു ഭാഗമായിരുന്നു വലത്തേ സൈഡിലായിട്ട് ഉള്ള സ്ഥലം. എല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷം അവിടെ ഇപ്പോൾ റിട്ടൈനിങ് വാൾ മാത്രം കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പാലം കയറി ഇറങ്ങി വരുമ്പം റൈറ്റ് സൈഡിലായിട്ട് തന്നെ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതല്ലാതെ പിന്നെ വലിയ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ പാലം കയറി ഇറങ്ങി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെയും ഓട്ടോ സ്റ്റാൻഡിൻ്റെയും ഒക്കെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ വലിയ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ ഓട്ടോ സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഒക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പം അവിടെ നമ്മൾ ഇച്ചിരി കൂടെ മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും, അവിടെ വലത്തേ സൈഡിലായിട്ട് കാണാൻ പറ്റും, അവിടെ കുറച്ച് മെറ്റിലിട്ട് നിരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ പണി കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ പണി നടന്നപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇരുവശങ്ങളിലുമായിട്ടുള്ള ഓടയുടെ നിർമ്മാണമാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇവിടെ പുതിയ പോസ്റ്റ് കൊണ്ടുവന്ന് താഴെ ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും 2-3 അടുത്തായിട്ട്. അപ്പം അതൊക്കെ ഇനി പുതിയ പോസ്റ്റുകൾ സ്ഥാപിക്കേണ്ട പണിയുണ്ട്. പഴയ പോസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റണം, ആ ഒരു പണിയാണ്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് നമ്മൾ വലതുഭാഗത്തായിട്ടുള്ള പെട്രോൾ പമ്പിൻ്റെ ഒരു ഭാഗത്തായിട്ട് അടുക്കുമ്പം പിന്നെ വലതുഭാഗത്തായിട്ട് കുറച്ച് മണ്ണ് താഴ്ചയുള്ള ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് സംഭവിച്ചിട്ടില്ല. കുറച്ച് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയും നമ്മൾ മുമ്പോട്ട് വരുമ്പം മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാനുണ്ട് ഇനിയും. നമ്മളിനി നേരെ വരുന്നത് കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഇവിടെ തന്നെ കുറച്ച് റിട്ടൈനിങ് വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ തന്നെ പകുതിയോളം അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. വലതുഭാഗത്തുള്ള ക്ഷേത്രത്തിൻ്റെ മതിൽ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. റോഡിലായിട്ട് തന്നെ കുറച്ച് കയറ്റിയാണ് വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്. എങ്കിലും ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ വലിയ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ഓടയുടെ നിർമ്മാണം മാത്രമേ നമ്മൾ കൊറ്റംകുളങ്ങര ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോഴായിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പം വലത്തേ സൈഡിൽ എനിക്ക് തോന്നിക്കുന്ന ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് കാണാം. അവിടെ ഇപ്പം വെള്ളം കയറി കിടക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളമണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇടത്തേ സൈഡിലായിട്ട് തന്നെ റെഡിമെയ്ഡായിട്ടുള്ള ഓടയുടെ ചെറിയ പീസും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അല്ലാതെ വലിയ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല. കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ വർക്കുകളൊക്കെ നടന്നു വരുന്നത്. ഇടത്തേ സൈഡിൽ ഓടയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് PCC ചെയ്ത് വരുന്നുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ട് നിരത്തി വരുന്നതേ ഉള്ളൂ. കുറേശ്ശെ കൊണ്ടുവന്നിട്ട് നികത്തുന്ന പണിയേ ഈ ഒരു ഭാഗത്തായിട്ടുള്ളൂ. നമ്മളിനി നേരെ വരുന്നത് നല്ലെഴുത്ത് ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത്. വരുമ്പോൾ തന്നെ ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് തന്നെ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം കുറച്ച് പൂർത്തിയായതേ ഉള്ളൂ. പിന്നെ വലതുഭാഗത്തായിട്ട് മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് മണ്ണിട്ട് കുറച്ച് നല്ല നീളത്തിലായിട്ട് തന്നെ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ലെങ്തിലായിട്ട് മാത്രം മെറ്റിൽ സർവീസ് റോഡിലും പിന്നെ മെയിൻ റോഡ് വരുന്ന ഭാഗത്തും നിരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ വലതുഭാഗത്ത് മാത്രം ഇവിടെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. ഇടത്തേ സൈഡിലായിട്ട് ക്രാഷ് ബാരിയറുടെ നിർമ്മാണം തുടങ്ങാത്തത് ഇടത്തേ സൈഡിൽ കൂടിയാണ് നമ്മുടെ മെയിൻ ഇവിടുത്തെ നിലവിലെ റോഡ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇടത്തേ സൈഡിലെ ക്രാഷ് ബാരിയർ നിർമ്മാണവും ഇപ്പോൾ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി ഈ ഒരു സൈഡിലായിട്ട് തുടങ്ങാത്തത്. ഇപ്പോൾ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ചവറ കോളേജിൻ്റെ ഒരു ഭാഗത്തായിട്ട് വരുമ്പോൾ പിന്നെ ഇടത്തേ സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വലതുഭാഗത്തെ പണി കുറേ നാളിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്തെ പണി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വലത്തേ സൈഡിലായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഭാഗത്തായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇടത്തേ സൈഡിലായിട്ടായിരുന്നു പിന്നെ പണി നടന്നത്.
ഇടതുഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെയാണ് പണി നടന്നിട്ടുള്ളത്. കൂടുതൽ ഈ പോസ്റ്റ് നിൽക്കുന്നത് ഇടത്തെ സൈഡിലായിട്ടാണ്. കൂടുതൽ വലിയ പോസ്റ്റുകളും ട്രാൻസ്ഫോമറൊക്കെ നിൽക്കുന്നത് ഇടത്തെ സൈഡിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടാണ് അവിടുത്തെ പണി നടന്നിരിക്കുന്നത്. ഇടത്തെ സൈഡിലോട്ട് ചെറിയ ചെറിയ റോഡുകളൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് അവിടെ പിന്നെ ഓടയുടെ നിർമ്മാണവും കുറച്ച് ഗ്യാപ്പിട്ടാണ് നടന്നിരിക്കുന്നത്. നമ്മൾ പിന്നെ നേരെ ചവറ കോളേജിൻ്റെ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പിന്നെ ഇടതുഭാഗത്തും ക്രാഷ് ബാരിയർ നിർമ്മാണം പൂർത്തിയാക്കി പിന്നെ ഇടത്തെ സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്തായിട്ട് ചവറ കോളേജ് നിൽക്കുന്ന ഭാഗത്ത് ഇനിയും ക്രാഷ് ബാരിയർ നിർമ്മാണവും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണിയുണ്ട്, ബാക്കിയുണ്ട്. ഇവിടെ ഓടയുടെ നിർമ്മാണം 2 സൈഡിലായിട്ട് നല്ല ലെങ്തിൽ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇവിടെ മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് മണ്ണിട്ട് നല്ല രീതിയിൽ തന്നെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മെറ്റിലും കൊണ്ടുവന്ന് അതിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവന്നിട്ട് നിരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രദേശത്ത് 2 സൈഡിലുമായിട്ട് പുതിയ പോസ്റ്റുകൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും 2 സൈഡിലായിട്ട് തന്നെ പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ ചവറ കോളേജ് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്താണ് മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പായിട്ട് വലത്തെ സൈഡിൽ ക്ഷേത്രത്തിനടുത്ത് ഉണ്ടായിരുന്ന ഈ റോഡ് സൈഡിലുണ്ടായിരുന്ന ബിൽഡിങ് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ വലിയ പണി ഈ ഒരു ഭാഗത്തായിട്ടില്ല. പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് ഉണ്ടായിരുന്ന കുറേ മരങ്ങൾ കൂടി മുറിച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെങ്തിലായിട്ട് മാത്രം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിലാണ് പണി നടന്നിട്ടുള്ളത്. നമ്മളിനി നേരെ വരുന്നത് KMML ഗസ്റ്റ് ഹൗസിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. ഗസ്റ്റ് ഹൗസിൻ്റെ ഭാഗത്ത് സ്ഥലം ഏറ്റെടുത്തതിന് ശേഷമാണ് പണി തുടങ്ങിയിട്ടുള്ളത്. അപ്പം ആ ഒരു ഭാഗത്ത് വലത്തെ സൈഡിൽ നിലവിലിപ്പോൾ നമ്മുടെ റോഡ് കടന്നു പോകുന്ന റോഡിൻ്റെ വലതുഭാഗത്തായിട്ട് തന്നെ ഇപ്പം ഓടയുടെ മുകളിൽ കുറച്ച് പോസ്റ്റ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ പോസ്റ്റുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥാപിക്കാനുണ്ട്. അപ്പം പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ പണിയെന്ന് പറഞ്ഞാൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്താണ് പിന്നെ മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട റോഡ് വരുന്ന ഭാഗത്തായിട്ട് അവരിപ്പം മണ്ണിട്ട് നികത്തിയെടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ വരുന്ന ഭാഗം KMMLൻ്റെ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത്. പഴയ സിഗ്നലുള്ള ഭാഗം, ഇപ്പോൾ സിഗ്നലില്ല. ഇപ്പോൾ അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് അവിടെ സിഗ്നലൊക്കെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ റിട്ടേണിങ് വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുന്ന ഭാഗത്തും മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല താഴ്ചയുള്ള ഭാഗമാണ്, അതുകൊണ്ട് തന്നെ അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം റിട്ടേണിങ് വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണിയാണ് KMML ജംഗ്ഷൻ ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു KMML ഭാഗത്തായിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ള പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ നേരെ KMMLൻ്റെ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ കുറേ ഇവിടെ വലത്തേ സൈഡിലായിട്ട് കുറേ വേസ്റ്റ് മണ്ണ് അടിച്ച് നിരത്തിയിരിക്കുന്നത് കാണാൻ പറ്റും ആ ഒരു സ്ഥലത്ത്. അത് നമ്മുടെ റോഡിൽ നിന്നും കോരി മാറ്റിയ വേസ്റ്റ് മണ്ണാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊണ്ടുവന്ന് നിരത്തിയിരിക്കുന്നത്. KSRTC കിടക്കുന്ന ഭാഗത്ത് തൊട്ട് ഇങ്ങോട്ട് വേസ്റ്റ് മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് നികത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മളിപ്പം KMMLൻ്റെ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് ഇവിടെ വരുമ്പോൾ വലത്തേ സൈഡിലാണ് റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് വലതുഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇടത്തേ സൈഡിലായിട്ട് നമ്മുടെ അണ്ടർപാസിൻ്റെ നിർമ്മാണം കോൺക്രീറ്റ് ഒരു ഭാഗത്ത് മാത്രം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് വലതുഭാഗത്തായിട്ട് തന്നെ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ മാത്രമേ ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തിയെടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പം നല്ല ലെങ്തിലായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് ഇപ്പം മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെ വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വരുന്ന ഭാഗത്തും കുറേ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഓടയുടെ മുകളിൽ കുറച്ച് റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തും ഇപ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പെട്ടെന്നെല്ലാം പണി തീരുമെന്നാണ് കരുതുന്നത്. നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ഇടതുഭാഗത്തായിട്ട് തന്നെ കുറച്ച് നീളത്തിലായിട്ട് തന്നെ ഈ റിട്ടേണിംഗ് വാളിൻ്റെ ആ കോൺക്രീറ്റ് ഭിത്തി കുറച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് കുറേയധികം റിട്ടേണിംഗ് വാൾ ബ്ലോക്കും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയ പണിയുടെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് പണിഞ്ഞതിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് പിന്നെ
സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് മണ്ണിട്ട് നികത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് പിന്നെ പണി തുടങ്ങാനുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഇനിയും മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തേണ്ട പണിയുണ്ട്. നമ്മളിവിടുന്ന് പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കാട്ടിൽമേക്കതിൽ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴിയാണ് ഇടത്തെ സൈഡിലായിട്ടുള്ളത്. അവിടെ കുറച്ച് ലെങ്തിലായിട്ട് മാത്രമേ ഓടയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടെ വലതുഭാഗത്തായിട്ട് കുറച്ച് ലെങ്തിൽ ക്രാഷ് ബാരിയർ നിർമ്മാണവും കഴിഞ്ഞു. പണി ഒരുപാട് ബാക്കി കിടപ്പുണ്ട്. ഇവിടെ പുതിയ പോസ്റ്റൊക്കെ വലത്തെ സൈഡിലായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ലൈൻ കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ ഇടപ്പള്ളിക്കോട്ട ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇടത് ഭാഗത്തായിട്ട് മെറ്റിൽ നിരത്തിയിട്ടിരിക്കുന്നത് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അത് കുറേ നാളിന് മുമ്പേ നിരത്തിയിരുന്നതാണ്. പിന്നെ ഇപ്പോൾ പണി ഇടപ്പള്ളിക്കോട്ടയിൽ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത് ഭാഗത്ത് ഈ ഓടയുടെ നിർമ്മാണം മാത്രമാണ് ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് വർക്ക് നടന്നിട്ടുള്ളത്. ഇടപ്പള്ളിക്കോട്ട ഭാഗത്ത് നേരത്തെ നടന്ന പണികളാണ് നമ്മൾ ഇടത്തെ സൈഡിലായിട്ട് മെയിൻ റോഡ് ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇടത്തെ സൈഡിലായിട്ട് നമ്മൾ ക്രാഷ് ബാരിയർ നിർമ്മാണവും ഈ ഇടത്തെ സൈഡിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ വലിയ പണിയൊന്നും ഇടത്തെ സൈഡിലായിട്ട് തുടങ്ങിയിട്ടില്ല. ഇവിടെ രണ്ടിടത്തും ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ഇനിയും പണി നടക്കാനുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നിരപ്പാക്കി എടുത്തതിന് ശേഷം അവർ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി അങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് ഓടയുടെ നിർമ്മാണമൊക്കെ കുറച്ച് ലെങ്തിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ മെറ്റിൽ കൊണ്ടുവന്നിട്ട് നിരത്തി എടുത്തിട്ടുണ്ട്. അല്ലാതെ വലിയ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടില്ല. കുറച്ച് ലെങ്തിലായിട്ട് ചെറിയ ലെങ്തിലായിട്ടാണ് ഇപ്പം ഈ ക്രാഷ് ബാരിയർ നിർമ്മാണം ഇടപ്പള്ളിക്കോട്ട ഭാഗത്തൊക്കെ ആയിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇടപ്പള്ളിക്കോട്ടയ്ക്ക് കുറച്ച് നമ്മൾ ഇടത്തോട്ട് നേരെ കയറി പോകുന്നിടത്തായിട്ടാണ് അവരുടെ പ്ലാന്റ് സ്ഥാപിച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് വരുന്നത്. ഈ കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നത് ഇടപ്പള്ളിക്കോട്ടയ്ക്ക് പടിഞ്ഞാറോട്ട് പോകുന്നിടത്ത് ഭാഗത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ ഇടപ്പള്ളിക്കോട്ട കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് പിന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ വളവ് വരുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് പിന്നെ നല്ല രീതിയിൽ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഓടയുടെ നിർമ്മാണവും പിന്നെ മെയിൻ റോഡും സർവീസ് റോഡും വരുന്ന ഭാഗത്ത് ഈ സൈഡിലായിട്ട് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് നികത്തുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ലോഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിരത്തുന്ന പണി അതേപോലെ നടക്കുന്നുണ്ട്. നമ്മൾ ഇടപ്പള്ളിക്കോട്ട കഴിഞ്ഞ് പിന്നെ വെറ്റമുക്ക് ഭാഗത്തേക്ക് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു വളവാണ്. നല്ല അത്യാവശ്യം വലിയൊരു വളവാണ്. അപ്പോൾ ആ ഒരു വളവ് ഉള്ളതുകൊണ്ട് തന്നെ ഇടത്തെ സൈഡിലായിട്ടാണ് കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. നിലവിലെ റോഡിൻ്റെ ആ ഇടത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കൂടുതൽ സ്ഥലം ഇടത്തെ സൈഡിലായിട്ടാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. കൂടുതൽ മരങ്ങൾ ഉണ്ടായിരുന്നതും മുറിച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്. ഇവിടെ തന്നെയുള്ള ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലായിട്ട് തന്നെ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് മെറ്റിലും ആ ഒരു ഭാഗത്തായിട്ട് നിരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെയും കുറച്ച് മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തി എടുത്തിട്ടുണ്ട്. അവിടെ ക്രാഷ് ബാരിയർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെറ്റമുക്ക് ഭാഗത്തേക്ക് വരുമ്പം വലതുഭാഗത്ത് കാണുന്ന ക്രാഷ് ബാരിയറും പിന്നെ സർവീസ് റോഡിൽ മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നതും അത് കുറേ നാളിന് മുമ്പേ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണിയാണ് ഇപ്പം പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെറ്റമുക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കൂടുതൽ ലോഡ് കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്നിട്ട് ഇറക്കിയിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ പിന്നെ വെറ്റമുക്കിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള റിട്ടൈനിങ് വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് നിരപ്പാക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വാൾ ബ്ലോക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള PCCയും ചെയ്തു വരുന്നുണ്ട്. വലത്തെ സൈഡിൽ കുറച്ച് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിൽ ഇപ്പം പകുതി ഭാഗത്തിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ആണ് ബാക്കിയായിട്ടുള്ളത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെയും ഇനിയും മണ്ണിട്ട് നികത്തിയെടുക്കാനുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇപ്പം മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് ലോഡ് മണ്ണും ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ ചവറ പാലത്തിൻ്റെ അടുത്ത് മുതൽ വെറ്റമുക്ക് വരെയുള്ള അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക.